നമസ്കാരം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിബേറ്റർമാരിൽ ഒരാളാണ് രാജു പി നായർ. എന്നാൽ ഇന്നലെ ഒരു വാർത്ത കേട്ടപ്പോൾ അദ്ദേഹത്തോട് അങ്ങേയറ്റത്തെ പുച്ഛം തോന്നി. ആ വാർത്തയൊന്ന് കേട്ടു നോക്കാം. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച ജിൻഡോ ജോണിനെയും VR അനൂപിനെയും ചാനൽ ചർച്ചകളിൽ നിന്ന് വിലക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജു പി നായർ KPCC അധ്യക്ഷന് പരാതി നൽകിയിരിക്കുന്നു. ഇരുവരും സർക്കാരിന്റെയും പാർട്ടിയുടെയും പ്രതിച്ഛായ കളങ്കപ്പെടുത്തുന്നു. സർക്കാർ അധികാരമേറ്റതു മുതൽ എതിരാളികളുടെ നാവായി മാറുന്ന പ്രതികരണങ്ങളാണ് ഇരുവരും നടത്തുന്നത് എന്നും പരാതിയിൽ പറയുകയാണ്. ഇനി രാജുവിനെ കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള, കൃത്യമായി പറഞ്ഞാൽ 11 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കാം. ഞാൻ ഈ സർക്കാർ അഴിമതിയുടെ നിഴലിലാണ് നിൽക്കുന്നത്, ഇതിൽ നിന്ന് പുറത്തു വരണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. KC ജോസഫ് പറഞ്ഞു UDF ഏറ്റവും അനുകൂലമായ അന്തരീക്ഷമാണ്, ഇതുപോലെ അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. ഭൂമിയിലല്ലെന്ന് എനിക്ക് ഉറപ്പായിട്ട് മനസ്സിലായി. കാരണം ഭൂമിയിലാണെങ്കിൽ UDF ഏറ്റവും അനുകൂലമായ അന്തരീക്ഷമാണെന്ന് പറയില്ല. യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി വിലയിരുത്തിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. നമ്മുടെ തെറ്റുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഏറ്റവും UDF അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള, ഏറ്റവും പരിതാപകരമായിട്ടുള്ള ഒരു പൊസിഷനിലാണ് UDF നിൽക്കുന്നത്. അതിൽ നിന്ന് മാറ്റം വേണം. അപ്പം 2-3 കാര്യങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ. ഈ അഴിമതിയുടെ നിഴലിൽ നിന്ന് പുറത്തു വരണം. കുറച്ച് മുൻഗണനകൾ ഒന്ന് മാറ്റി നിശ്ചയിക്കണം. സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് മെഗാ പ്രോജക്റ്റുകളിൽ നിന്ന് പുറകെ പോകാതെ അത്യാവശ്യമായ ആളുകളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഒന്ന് റീഡിഫൈൻ ചെയ്യണം. അത്രയൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ. അപ്പോൾ രാജുവിനെ ഈ പറഞ്ഞത് ആരാണെന്ന് പ്രത്യേകം പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ തന്നെ. അന്ന് അദ്ദേഹം ഒരു MLA ആയിരുന്നു. അതായത് 2011-2016 UDF ഭരണകാലത്ത്, പ്രത്യേകിച്ച് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 വർഷം മുമ്പ് സതീശൻ പറഞ്ഞ വാക്കുകളാണ് ഇത്. ഇനി രാജുവിനെ മറ്റൊരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കാം. ഈ പറഞ്ഞത് 2015 മെയ്യിലാണ് ഇപ്പോൾ കേൾപ്പിച്ച ഓഡിയോ ക്ലിപ്പ്. ഈ പറയുന്ന മെയ് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്ക് ശേഷം, അതായത് ഡിസംബറിൽ സതീശൻ പറഞ്ഞ വാക്കുകൾ ഒന്ന് കേൾപ്പിക്കാം. ഈ ഓഡിയോ ക്ലിപ്പ് അത്ര ക്ലിയർ അല്ല. അതുകൊണ്ട് സതീശൻ എന്താ പറഞ്ഞതെന്ന് ഞാനൊന്ന് പറയാം. അതായത് ഈ മുൻനിര കോൺഗ്രസ് നേതാക്കൾ എന്തെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച ചെയ്താൽ, അല്ലെങ്കിൽ നിലപാടിൽ വെള്ളം ചേർത്താൽ, അതിനെ തിരുത്താൻ തയ്യാറായ ശക്തമായ ഒരു 2ാം നിര കോൺഗ്രസിൽ ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ആരെ? മുൻനിര കോൺഗ്രസ് നേതാക്കളെ. അപ്പോൾ ഈ സതീശനെതിരെയും ഒരു മുൻകാല പ്രാബല്യത്തോടെ ഒരു പരാതി കൊടുക്കാൻ രാജുവിന് സാധിക്കുമോ? ഏറ്റവും, അതായത് 2011-2016 കാലത്ത് ഏറ്റവും കൂടുതൽ UDF സർക്കാരിൻ്റെ പ്രതിസന്ധി ഉണ്ടാക്കിയത് ഭരണപക്ഷത്തുണ്ടായിരുന്ന സതീശൻ തന്നെയാണ്. എന്നാൽ സതീശനെതിരെ ഇതുപോലെ ഒരു പരാതിയുമായിട്ട് ആരും ചെന്നതായിട്ട് എനിക്ക് അറിവില്ല. പുള്ളീനെ പുറത്താക്കണമെന്നോ, പുള്ളി വഹിച്ച പദവികളിൽ നിന്ന് പിന്നെ പുള്ളീനെ പുറത്താക്കണമെന്നോ, പുള്ളിയെന്ന് വക്താവായിരുന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ആ ഒരു സ്ഥാനത്ത് നിന്ന് പുള്ളിയെ പുറത്താക്കണമെന്നോ ആരും ആവശ്യപ്പെട്ടിട്ടുള്ളതായിട്ട് എനിക്കറിവില്ല. അന്ന് ഈ വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയത് കൂടുതൽ ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ആയിരുന്നു സതീശൻ ഏറ്റവും കൂടുതൽ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഉമ്മൻചാണ്ടി കാണാത്ത ഭാവത്തിൽ പോവുമോ, അല്ലെങ്കിൽ സതീശനെ ഒരു ശത്രുവിനെ പോലെ മിണ്ടാതെ പോവുമോ, ഒന്നും ഉമ്മൻചാണ്ടി ചെയ്തിട്ടില്ല. പക്ഷേ എന്താണ് സതീശൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? രാജു മറുപടി പറയണം. പിന്നെ രാജു എന്താണ് ഉദ്ദേശിക്കുന്നത്? ഭരണം കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്ത് തെറ്റ് ചെയ്താലും, നിങ്ങൾ കോൺഗ്രസ്സുകാരായതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്ന എന്ത് തെറ്റിനെയും, അല്ലെങ്കിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി ചെയ്യുന്ന എന്ത് തെറ്റിനെയും ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ഒരു അടിമ മനോഭാവത്തോടു കൂടി പ്രതികരിക്കാതെ, തെറ്റ് തിരുത്താതെ മുന്നോട്ട് പോകാനാണോ രാജു ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ രാജുവിനെ ഒരു അടിമയെന്ന് വിളിക്കേണ്ടി വരും. കാരണം കഴിഞ്ഞ പിണറായി ഭരണകാലത്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ അന്തം കമ്മികൾ, അതായത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെയും പിണറായി സർക്കാരിൻ്റെയും നെറുകേടുകളെ അന്ധമായിട്ട് ന്യായീകരിച്ചുകൊണ്ടിരുന്നവരെ അന്തം കമ്മികൾ എന്നാണ് പൊതുസമൂഹം വിളിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ കോൺഗ്രസ് സർക്കാരിൻ്റെ, അല്ലെങ്കിൽ UDF സർക്കാരിൻ്റെ എന്തെങ്കിലും അവർ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിനെ അന്ധമായിട്ട് ന്യായീകരിക്കുന്നവരെ അന്തം കൊങ്ങികൾ എന്ന് പൊതുസമൂഹം വിളിച്ചു തുടങ്ങും. അതിൽ ആദ്യത്തെ അന്തം കൊങ്ങിയായിട്ട് താങ്കളെ, അതായത് രാജുവിനെ പൊതുസമൂഹം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അതുകൊണ്ട് ഇതുപോലെ വില കുറഞ്ഞ രീതികൾ അവസാനിപ്പിക്കുക, തെറ്റ് തിരുത്താൻ ശ്രമിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ ആ ഒരു മനോഭാവമുള്ള യുവ നേതാക്കളെയാണ് കോൺഗ്രസിന് ആവശ്യം. അല്ലാതെ തെറ്റ് കണ്ടിട്ടും ഒന്നും സംഭവിക്കാത്ത രീതിയിലുള്ള അടിമകളെയല്ല പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്.